വെനസ്വേലയെ സജ്ജമാക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും 30 ദിവസത്തേക്ക് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ലെന്നും ഡൊണാൾഡ് ട്രംപ്. ഇന്നലെ വെനസ്വേലൻ പാർലമെന്റ് സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റായിരുന്ന ഡെൽസി റോഡ്രിഗസ് പ്രസിഡന്റായി സ്ഥാനമേറ്റു. UN സെക്യൂരിറ്റി കൗൺസിൽ യോഗത്തിൽ US നടപടി അനുകൂലിച്ചും പ്രതികൂലിച്ചും നിലപാടുകൾ പുറത്തുവന്നു. വെനിസ്വേലയിൽ ഉടൻ തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ലെന്ന് ട്രംപ്. വരുന്ന 30 ദിവസം രാജ്യത്തെ പൂർണ്ണമായും സജ്ജമാക്കാനുള്ള സമയമാണ്. രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുകയാണ് പ്രധാനമെന്നും ഇക്കാലയളവിൽ തെരഞ്ഞെടുപ്പിനുള്ള സാധ്യതയില്ലെന്നും ട്രംപ് പറഞ്ഞു. ഇന്നലെ UN സെക്യൂരിറ്റി കൗൺസിൽ യോഗത്തിൽ അമേരിക്കയുടെ നടപടിയെ എതിർത്തും അനുകൂലിച്ചും അംഗങ്ങൾ രംഗത്തെത്തി. റഷ്യയും ചൈനയും മഡൂറോയെ ഉടൻ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ബ്രിട്ടനും ഫ്രാൻസും നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിച്ചത്. അതിനിടെ ഇന്നലെ വെനിസ്വേലയിൽ പാർലമെന്റ് സമ്മേളനം നടന്നു. വൈസ് പ്രസിഡന്റായിരുന്ന ഡെൽസി റോഡ്രിഗസ് പ്രസിഡന്റായി സ്ഥാനമേറ്റു. വാഷിംഗ്ടണുമായി സഹകരിച്ചു പോകാനുള്ള തീരുമാനമാണ് നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് സൂചന. ഇന്നലെ US കോടതിയിൽ ഹാജരാക്കിയ മഡൂറോ തനിക്കെതിരായ ആരോപണങ്ങൾ നിഷേധിച്ചിരുന്നു. ഭാര്യ സീലിയ ഫ്ലോറൻസും മയക്കുമരുന്ന് കടത്തിയെന്ന ആരോപണത്തെ കോടതിയിൽ നിഷേധിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.